ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരാൾ ഭക്ഷണമൊക്കെ കഴിച്ച് അഖിലേട്ടൻ കിടന്നപ്പോൾ കൂടെ കിടന്നിട്ടുള്ള കലാപരിപാടികളാണ് കേട്ടോ. കടിക്കുന്നത് എത്ര കേടാണ് അറിയാം. സുന്ദരി അത് കാണിക്കുന്നത് നമുക്ക് സ്നേഹമുണ്ട്, അതുപോലെ കുറുമുണ്ട്. കുഞ്ഞല്ലേ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ആള് ഭയങ്കരമാണ്. സുന്ദരിക്കുട്ടിയെ എന്താ കാണിച്ചനേ? നിങ്ങൾ എൻ്റെ കാച്ചനേ? നോക്ക് നോക്ക് നോക്ക്, ഇടിക്കൊക്കെ ഇട്ടാടാടോ എന്തോ ഇനി കട്ടിക്കില്ല. വായിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾക്ക്? ഇങ്ങനെ ഞെഞ്ഞെന്ന് കടിച്ചിട്ടേ ഇരിക്കണം. എവിടെ കടിക്കണേ? ആരെ കടിക്കണ കുട്ടി? ആരെ കടിക്കണ കുട്ടി? ഈ കുഞ്ഞാ നിക്കട്ടോ, അവള് കാണുന്നുണ്ടാ. അവളെയും കൂടി അയച്ചു വിട്ട സീനാവുമ്പോ. സുന്ദരിക്കുട്ടി പൊന്നോ, റിച്ചുട്ടി ഇത്തിരി മാറടി പൊന്നോ. നോക്ക് കടിക്കണ കോല എൻ്റെ അമ്മൂ. എന്തിനാ പൊന്നെ എങ്ങനെ കടിച്ചണേ? നീ സുന്ദരിയെ എന്തെങ്ങനെ എങ്ങനെ കടിച്ചുകൊണ്ടേച്ചിന്? ഇതേ ഒരു പണിയാണ്. ഒരടി കൊടുക്ക് ലിസ, ഒരടി കൊടുക്ക്. അച്ചിക്ക് ഒരടി ഒരടി കൊടു. ഒരടി കൊക്കടി. അവളുടെ നമ്മുടെ കൈ വീശിട്ട് അടി. ഇവിടെ ഒരടി കൊക്കടി. ഒരടി കൊക്കടി പെണ്ണേ. എന്താ കാണിക്കണത് നോക്ക്. സുത്തുക്കുട്ടി ഡി ഒരടി കൊക്കടി. പൊന്നോ കാണിക്കണ കോലം. എന്തിന്റെ കാറ്റണ്? കുഞ്ഞുകുട്ടിയെ കച്ചാണ് എന്നിങ്ങനെ കടിച്ചണ്. കളിച്ചാൻ പാടില്ല ഡി. എന്തിനിങ്ങനെ കച്ചണ് പൊമ്മേ? ഓടി എന്തിനിങ്ങനെ കച്ചണ്? നോക്ക്, അത് വിട്ടാൽ പിന്നെ കൈ വിട്ടാൽ പോതും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കടിച്ചിട്ടേ ഇരിക്കില്ല. ഇങ്ങനെ കടിച്ചിട്ടേ ഇരുന്നാൽ അവൾക്ക് ഓക്കെയാണ്. സുന്ദരിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിക്കണം. പാവം ഇത്തിരി വാതല്ല, ഇച്ചിരി ഇങ്ങനെ കൈയായിട്ടാ. കുറേ നേരം വേദന ഉണ്ടായിരുന്നു പാവം അവൾക്ക്. അത് ഓക്കെ ആയി ഇപ്പോൾ ഓക്കെ ആയി. പാവം കുഞ്ഞല്ലേ, അതിൻ്റെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പാവം കുട്ടി ഇച്ചിരി നേരം വേദനിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് ആകെ വല്ലാണ്ടാവണം. കുഞ്ഞു പെണ്ണേ ഡീ സുന്ദരി സ്വത്തുക്കുട്ടിയെ ബാ സുന്ദരി ബാ കുട്ടി വാ, താഴേക്ക് ബാ ഓടി ബാ പിന്നെ കച്ച ഓടി വാ. ഞങ്ങൾ കടിക്കുകയാണ്, കടിച്ച് ഒരു വിധമാക്കുകയാണ്. ഏണിക്കടാന്നാ പറയണ. സുന്ദരി കാണിക്കുന്നത് പല്ല് ഷാർപ്പായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഡീ ബാ ഇവിടെ വാ. എണിച്ചടാ അതൊക്കെ കിടക്കണ കിടപ്പ് എങ്ങനെയാ കിടക്കണേ? പൊന്നോ ജി എൻ്റെ കിടപ്പാണിത്. ഇതെന്തിങ്ങനെ കിടക്കണത്? സുന്ദരി എണിച്ചടാ. നമ്മുടെ ശത്രുവിനെ എണിച്ച് ബാ. കുഞ്ഞ് കൈയും വീശിട്ടാണ്. കുഞ്ഞ് കൈ പറയണ കൈ വീശിട്ടാണ് അടി. ഞങ്ങൾക്ക് അടിക്കില്ല, കൂടുതൽ കൈ വീശിട്ട് അടിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാട്ടോ ഇവള് എങ്ങനെ കൈ വീശി അടിക്കും അറിയോ. രസയൊക്കെ വന്നാൽ ഭയങ്കരമാണ്, കൈ വീശി അടിക്കും. ബൊമ്മക്കിളിയേ എന്തിനു പഠിയണേ? എന്തിനു പഠിയണേ?
സമയം പോവില്ല അവിടെ പോകണ്ട വേഗം നമുക്ക് പെട്ടെന്ന് സമയം പോകും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾക്കിപ്പോൾ ഇങ്ങനെ പോമ്പിനെയൊക്കെ വളർത്തുന്നവർക്ക് വലിയ ചിലവും ഇല്ലാത്ത പരിപാടിയാണല്ലോ. കുറച്ച് ചോറും തൈരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞായതുകൊണ്ടൊക്കെ ഞാൻ സെർലാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. സെർലാക്ക് പിന്നെ ക്യാരറ്റ് പംകിൻ അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി പ്രോട്ടീൻ മിക്സ് ഒരു 3 മാസം വരെ. ഇപ്പോൾ ഇവൾക്ക് 2 മാസം ആവണല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 3 മാസം വരെ ഒരു പ്രോട്ടീൻ പൗഡർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതന്നെയല്ലേ, അത് കഴിഞ്ഞ് നമ്മൾ സിമ്പിളായിട്ട് എപ്പോഴെങ്കിലും ഇച്ചിരി മുട്ടയോ, പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ എന്തായാലും നോൺ വെജ് അടിയിലൊക്കെ എടുക്കുമല്ലോ. ഇങ്ങനെ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരാണെങ്കിലും 2 ആഴ്ച അറ്റ്ലീസ്റ്റ് 1 മാസം കൂടുമ്പോഴെങ്കിലും എടുക്കുമ്പോൾ ഇച്ചിരി ഇവർക്ക് മാറ്റി വെച്ചാൽ ഇച്ചിരി വേവിച്ചിട്ട് ബോൺലെസ് ചിക്കനൊക്കെ കൊടുക്കാമല്ലോ. അതൊക്കെ കൊടുക്കുക. പിന്നെ എന്താണ് അത്രയൊക്കെ തന്നെ. പിന്നെ തൈരും ചോറ്, പിന്നെ എപ്പോഴെങ്കിലും പറ്റുമ്പോൾ ഇച്ചിരി പെഡിഗ്രി കുതിർത്തിയിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്താലൊക്കെ സുഖമായിട്ട് അവർ വളർന്നോളും. അസുഖം വരുമ്പോൾ ഇത്തിരി നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ വളർത്തിയിട്ട് പകുതി വഴി ഉപേക്ഷിക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ അവരെ സേവ് ചെയ്യാൻ നോക്കുക. ദൈവം സഹായിച്ച് ഇവൾക്കൊന്നും വരാതിരിക്കട്ടെ ഭഗവാനെ. ഞങ്ങൾക്ക് 1-2 ഞങ്ങൾ വളർത്തിയിട്ടൊക്കെ അസുഖം വന്നിട്ടൊക്കെ ഒരുപാട് ഇതായിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പോംസിനെയൊക്കെ വളർത്തുക. ഇഷ്ടമുള്ളവരൊക്കെ വളർത്തുക കേട്ടോ. നല്ല രസമാണ് അവരോട് കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. ഭയങ്കര കുസൃതികളാണ് കേട്ടോ അവർ. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇതുങ്ങൾ ഭയങ്കര കുസൃതി കൊടുക്കകളാണ്. ഈ നമ്മളെ കടിച്ചിട്ടും വാലാട്ടിയിട്ടും നല്ല രസമാണ് കേട്ടോ ആ കളിക്കലുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. എല്ലാ യൂട്യൂബേഴ്സും പറയണ പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ പക്ഷെ ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം സബ് ചെയ്താൽ മതി. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള വീഡിയോസ് ആയിരിക്കും. ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നമ്മൾ സബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ഇവർക്കുള്ള ചാനലാണ്. അപ്പോൾ ബാബാ അപ്പോൾ ഇവർക്കുള്ള ചാനലാണ്. സോ ഇതിന് ഇഷ്ടമുള്ളവർ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.